ഗുഡ് മോർണിംഗ്. ഓ രാവിലെ എന്നെ എടുത്ത് വെച്ച് കയറ്റിയല്ലേ? എന്താന്ന് ദാണ്ട മുൾക്കിരീടം. നീ പോകാൻ മണിയാണ്ട, ഞാൻ വല്ല വായു തിരി കത്തിച്ചതേ ഉള്ളു ഞാൻ കേട്ടാ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ടി. 9 മണിക്കൊന്ന് 5 മണിക്ക് പോകും. വിചാരം സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറി ആണെന്നാണ്. ആ വന്നിട്ട് വേണം ഇനി ബോയിലർ കത്തിക്കാൻ. രാവിലെ 9 പേര് ചായ പിടിക്കാൻ വന്നിട്ട് വെറുതെ പോയി. കട്ടൻ ചായ പോലും അടിക്കാൻ എനിക്കറിഞ്ഞൂടാ. എന്നും കറുപ്പും ഇട്ടുകൊണ്ട് വരും. ആര് മരിച്ചോ എന്തോ ഇവൻ്റെ. പറ്റങ്ങ് കയറി ബുക്ക് അങ്ങ് തീരുക. 2000 പേജിൻ്റെ ഒരു നോട്ട് ബുക്ക് മേടിച്ച് വെക്കണം പറ്റെഴുതാൻ. മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോ സാധനങ്ങൾ തൂക്കിയിട്ട്. ഈശ്വരോ, ഇത് മെനിയാത്ത ദോശ ഇത് മാറ്റിയില്ലല്ലേ? അത് ഞാൻ തന്നെ മാറ്റണം. അതവിടെ കിടക്കട്ടെ. നീ എന്തിനാ അതിനകത്തൊക്കെ തൊടാൻ പോകുന്നത്? അപ്പൊ ഇത് കത്തിച്ചില്ല. ഓ എൻ്റെ ജോലിയാണ് ഇത് കത്തിക്കുന്നത്. കൊള്ളാം. ഇതൊക്കെ കത്തിച്ച് വരുമ്പോൾ ഒരുപാട് നേരം എടുക്കും. നീ എവിടെ പോകുന്നു? പത്രത്തിന്റെ ഹെഡ്ലൈൻ എന്തിനാണ്? അന്തോ പത്രത്തിൻ്റെ ഹെഡ്ലൈൻ മാതൃഭൂമി, മനോരമ അല്ലെങ്കിൽ കേരള മതി. ആ പറഞ്ഞത് തന്നെ കേട്ടാ. സത്യം പറഞ്ഞ ആശാനെ, ഞാൻ ആലോചിക്കുമ്പോഴേ നിങ്ങളുടെ ജീവിതമാണ് സുഖ ജീവിതം. പെണ്ണില്ല, പെടക്കോഴിയില്ല, ഒറ്റ തടി. ഇരുന്ന എരിപ്പിൽ ചത്തി കഴിഞ്ഞാൽ കൊള്ളി വയ്ക്കാൻ ഒരു പട്ടി പോലും ഇല്ല. ഞാൻ ഇന്ന് വീട്ടിൽ പോയപ്പോഴേ ഭയങ്കര പ്രാരാബ്ദവും പ്രശ്നവും എന്നായി തൊഴിഞ്ഞ നേരം. മൂത്ത മോക്കാണെങ്കിൽ വലിവ്, രണ്ടാമത്തെ മോക്ക് കരപ്പൈ, മൂന്നാമത്തെ കൊച്ചി ഇനി എന്ത് ചെയ്വേണ്ടു എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ പെട്ടെന്ന് വലിവിന്റെ കാര്യം ആലോചിച്ചപ്പോഴാണ് ആശാന്റെ മുഖം എനിക്ക് പെട്ടെന്ന് മുമ്പ്. വലിവിന്റെ കാര്യം ആലോചിച്ചപ്പോ എന്നെ ഓർമ്മ വന്നാ. എനിക്കൊരു വലിവേ ഉള്ളൂ, കാശിന്റെ വലിവ്. പെട്ടെന്ന് എനിക്ക് ആശാന്റെ മുഖം അങ്ങ് തെളിഞ്ഞു വന്നു. പിന്നെ ഞാൻ എടുക്കാതെ പാടി ഒരു ഒറ്റ ഓട്ടം അടിഞ്ഞു പോന്നു. സത്യം പറഞ്ഞ ഒരു പെണ്ണ് കിട്ടിയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു അർത്ഥമില്ല കേട്ടോ. മണിയണ്ട, യഥാർത്ഥത്തിൽ നീ എന്തോ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്ന കെട്ടണ്ടെന്നാ. അതല്ലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. എത്രയോ കാലം കൊണ്ട് ഞാൻ പറയുന്നത് 5 പൈസയുടെ കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ശിലായുഗത്തിലെ ബോർഡ് മാറ്റണം, ഇതിന്റെ പേര് മാറ്റണം. സുകുമാരവിലാസം എന്ന് പറഞ്ഞ ബോർഡ് വായിച്ചിട്ട് ചായ കുടിക്കാൻ വരുന്നവർ ഇവിടെ വന്നാൽ മതി. അപ്പൊ പിന്നെ ഈ ഏരിയയിലൊന്നും, ഈ ആണ്ടിലൊന്നും ഒരുത്തം പോലെ ചായ കുടിക്കാൻ അതിനകത്ത് വരില്ല. ഇതിന്റെ പേര് മാറ്റിയിട്ട് ഡീലക്സ് എസി കൂൾ ബാർ എന്നാക്കണം. അങ്ങനെ ഡീലക്സ് എസി കൂൾ ബാർ. ഇത് കൂൾ ബാർ ആണല്ലോ. അതിനല്ലേ ചുറ്റുമുള്ള ചെറ്റയൊക്കെ വലിച്ചു പൊളിച്ച് കളഞ്ഞത്. നിനക്ക് സൗകര്യം ഉണ്ടോ ഇവിടെ ചായ അടിച്ചാൽ മതി? ഇതിനകത്ത് ചായ കുടിക്കാൻ വരുന്ന ആർക്കെങ്കിലും മനസ്സമാധാനം ഉണ്ടോ? എന്ത് കുഴപ്പം? ആരെങ്കിലും ഒരു ചായ കുടിച്ച് കളയാന്ന് പറഞ്ഞിട്ട് ഓടി ഇങ്ങോട്ട് വരുമ്പോ ആദ്യം കാണണ കണി ഏതാ? എന്തുവാണ്? കടവൽ കജന്റെ കഥ. അത് അവിടെ തന്നെ കിടക്കും. പിന്നെ ദാണ്ട കുറെ ഇതെല്ലാം കൂടെ ഞാൻ വാരിയിട്ട് ചുടുഞ്ഞ. മണികണ്ടോ, നീ ചാവ ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ. മിണ്ടാതെ അലമ്പുണ്ടാക്കാൻ നീ ചായ അടിക്കുന്ന കാര്യം. 9 മണിക്കൊന്ന് 5 മണിക്കുള്ള നിന്റെ പോക്ക് തന്നെ എനിക്ക് ദഹിക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തന്നെ വന്നിട്ടുള്ളൂ. അതിപ്പോ ആരും ഇല്ലല്ലോ തിരക്കില്. നീ എണ്ണിച്ചൊരു അതാണ് ഒന്ന് കത്തിക്കാൻ നോക്കും മണി. ഇതിപ്പോ ആരെങ്കിലും ഇവിടെ വരുമെന്ന് അത് നീ ആലോചിക്കട്ടെ. ഞാൻ തുറന്നു വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും നല്ല കലാകാരന്മാർ ഇതുവഴി പോകുന്നെങ്കിൽ വരിക, ഫ്രീ ആയിട്ടൊരു ചായ കുടിക്കുക. അവർ കുടിച്ചാൽ മതി. എനിക്കതാണ് തൃപ്തി. കലാകാരന്മാരെന്ന് പറയുന്നത് എനിക്കൊരു വീക്ക്നെസ് ആണ്. അപ്പൊ കലാകാരന്മാർക്ക് മാത്രമേ ചായ കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉഗ്ര ഒരു ഐഡിയ ഞാൻ പറഞ്ഞു. എന്തുവാ? ഇവിടെ എത്ര കലാകാരന്മാരുണ്ടെന്ന് ഒരു ലിസ്റ്റ് എടുത്തതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ ഓരോ ചായ ആയിട്ട് അവരുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ടു കൊടുത്താൽ മതി. ചീഞ്ഞ മുട്ടകളൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടാ. അതൊന്നും എടുത്ത് മാറ്റരുത്. അല്ല, ഇത് 3 ദിവസത്തിന് മുമ്പുള്ളതാണ്. ആ സാരമല്ല, അവിടെ ഇരുന്നോട്ട്. അയ്യോ, ആരെങ്കിലും വന്നിട്ട് ഇന്നത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. മറ്റന്നാ വരാൻ പറയണം. ബെസ്റ്റ്, കൊള്ളാം. ഇത് 3-4 ദിവസമായി ഇതൊക്കെ ഇരുന്നൊക്കെ. അതൊക്കെ അവിടെ ഇരുന്നോട്ട്. നിനക്ക് ഉപദ്രവമില്ലല്ലോ. അതൊക്കെ അവിടെ നിന്ന് കിളിക്കത്തൊന്നുമില്ലല്ലോ, അവിടെ ഇരിക്കും. ആശാനെ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഒറിജിനൽ ആയിട്ടുള്ള ഒരേ ഒരു സാധനം ഇതാണ്. അതവിടെ വൈ. ഇത് നമ്മ കോഴിയെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നീ അതവിടെ വൈ. എന്നിട്ട് ആ ബോയിലർ കത്തിച്ച് നല്ല കടുപ്പത്തിൽ 2 ചായ ഇടും. ആർക്കൊക്കെ? എനിക്കും ഒന്ന് പടത്തിൻ്റെ മുമ്പിൽ വെക്കാനും. ആ ദോശ മറിച്ചിട്. 4 പേരുടെ ജോലിയാ അത്. ഈശ്വര ഭഗവാനെ, ഇന്നെങ്കിലും ഒരു യഥാർത്ഥ കലാകാരൻ ഇവിടെ വന്നൊരു ചായ കുടിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. മണിയണ്ട, ആ ബോയിലർ ഐശ്വര്യമായിട്ട് കത്തിര്.